41 വയസ്സിലാണ് ഡയഗ്നൈസ് ചെയ്തത്. ഇനി മാറുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ക്ലിനിക്കലി ADHD ഡയഗ്നൈസ്ഡ് ആണ്. ഇത്രത്തോളം ഇല്ലെങ്കിലും ചില രീതിയിലുള്ള ഡിസോർഡേഴ്സ് എനിക്കുണ്ട്. ഈ വീഡിയോ ക്ലിപ്പ് കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു മീറ്റിംഗിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട നടൻ ഫഹദ് ഫാസിൽ പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് അദ്ദേഹത്തിന് 41 വയസ്സിൽ ADHD ഡയഗ്നോസ്ഡ് ആയിരുന്നു. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ എന്താണ് ADHD എന്നാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. ഒരു 30% കുട്ടികളിൽ നമുക്കിത് കാണാൻ പറ്റും. അതായത് ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമല്ല, ഒരു കണ്ടീഷനാണ്. ഞാനീ പറയാൻ പോകുന്ന സിംറ്റംസ് ഒക്കെ കേട്ടാൽ നിങ്ങൾക്ക് തോന്നും ഇത് എല്ലാവരിലും കാണുന്നതല്ലേ എന്ന്. അത് ഈ സ്വഭാവം എല്ലാവരിലും കാണുമായിരിക്കും, പക്ഷെ ഒരു പരിധി കൂടുതലാവുമ്പോഴാണ് നമ്മൾ ഇതിന് ADHD എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ഉണ്ട്, അതിൻ്റെ അളവ് കൂടുമ്പോൾ ഡയബറ്റിക് ആകുന്ന പോലെയാണ്. അപ്പം ഇതിൻ്റെ സിംറ്റംസ് ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. ശ്രദ്ധക്കുറവാണ് നമ്മൾ പ്രധാനമായും കാണുന്ന ഒരു സിംറ്റംസ്. അതായത് പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുക, ഒപ്പം തന്നെ പഠന നിലവാരം കുറഞ്ഞു പോവുക. പിന്നെ മറവി രോഗമാണ്. സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന പല കാര്യങ്ങളും അവിടെ വെച്ച് തിരിച്ചു വരിക. അതായത് വാട്ടർ ബോട്ടിൽ കൂടെ തുടങ്ങിയവയൊക്കെ സ്കൂളിൽ വെച്ച് തിരിച്ചു വരിക. ഇത് 1-2 പ്രാവശ്യം ചെയ്യുവാണെങ്കിൽ അത് നോർമലാണ്. പക്ഷേ കുട്ടി റിക്കറൻ്റ് ആയിട്ട് ഇത് ചെയ്യുവാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം കുട്ടികൾ ഒരിടത്ത് അടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നൂല. അലക്ഷ്യമായി നടക്കുക, പിന്നെ ഏത് സമയവും കൈയും കാലും ചലിപ്പിച്ചുകൊണ്ടിരിക്കുക തുടങ്ങിയവ നമുക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു അസുഖമല്ല, ഇതൊരു ചെറിയൊരു കണ്ടീഷനാണ്. നമുക്ക് വളരെ ചെറിയ തോതിലുള്ള ADHD ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഡയറ്റ് അല്ലെങ്കിൽ നമ്മുടെ എക്സസൈസും കാര്യങ്ങളും കൊണ്ട് നമുക്കിത് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ വളരെയധികം കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതായത് യോഗ പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. എന്നാൽ ഇത് വലിയൊരു രീതിയിൽ കാണുന്നതാണെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് മെഡിക്കേഷൻസും ഒപ്പം തന്നെ കൗൺസിലിംഗ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ മെഡിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അത് ഡോക്ടറുടെ റെക്കമെൻഡേഷനിൽ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഫഹദ് ഫാസിൽ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് 41 വയസ്സിൽ ഇത് ഡിറ്റക്റ്റ് ആയി എന്നാണ് പറയുന്നത്. പിന്നെ അഡൽട്ടിൻ്റെ സിംറ്റംസ് ഏറെക്കുറെ സെയിം, പക്ഷെ ഡിഫറെൻ്റ് ആണ്. അതായത് അഡൽട്ടിനാണെങ്കിൽ ഇതുപോലെ തന്നെ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, പെട്ടെന്ന് തന്നെ ദേഷ്യം വരും. നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, അത് ഇട്ടെറിഞ്ഞിട്ട് പോവുക, അല്ലെങ്കിൽ അറ്റ് എ ടൈം കുറേ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ചെയ്യുന്ന കാര്യത്തിനാണെങ്കിൽ മര്യാദയ്ക്ക് പ്ലാൻ ചെയ്യാൻ പറ്റാതിരിക്കുക, പെട്ടെന്ന് തന്നെ ഡിസിഷൻ എടുക്കുക, ഒരു പങ്ക്ച്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതിരിക്കുക തുടങ്ങിയവയൊക്കെയാണ് അഡൽട്ടിലേക്ക് കാണുന്നത്. അഡൽട്ടിനും ഏറെക്കുറെ സെയിം ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് ചെറിയ തോതിലാണെങ്കിൽ നമുക്ക് കൗൺസിലിംഗ്, യോഗ തുടങ്ങിയത് കൊണ്ട് മാറ്റാൻ പറ്റും. എന്നാൽ വലിയ രീതിയിലാണെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് വളരെ കോമൺ ആയ ഒരു കണ്ടീഷനാണ്. പക്ഷെ പലരും ഇത് പുറത്ത് പറയാൻ ചിലർ മടിച്ചിരിക്കുന്നത് കാണാം. പക്ഷേ കഴിഞ്ഞ മീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് ഇപ്പം ഇത് മുന്നോട്ട് വരുന്നുണ്ട്, എനിക്കിതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇതൊരു അസുഖമല്ല. അപ്പം നമുക്ക് കാര്യമായ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ എക്സസൈസും യോഗ പോലത്തുള്ള കാര്യങ്ങൾ ചെയ്ത് വളരെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ.